ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ അമ്മയുടെ എഗ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ചേരുവകളാണ്. അപ്പോൾ ഇത് സബോള, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, കരിയാപ്പില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. അടുത്തത് ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട, പിന്നെ ഇത് മുക്കി എടുത്ത് വെക്കാനായിട്ടുള്ളത് 2 മുട്ട. പിന്നെ ഇത് ബ്രെഡ് പൊടി, ഇത് റസ്ക് പൊടി. അപ്പോൾ ഇനി അമ്മ ഇത്രയും ചേരുവകളും നല്ലതായിട്ട് വഴറ്റി വരട്ടെ. അപ്പോൾ ബാക്കി നമുക്ക് കാണാം. അമ്മ ഒരു പാൻ എടുത്ത് വെച്ചു. അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞാൻ ഇതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അമ്മച്ചി അരിഞ്ഞ് വെച്ച സബോള എടുത്തിട്ടുണ്ട് കുറച്ചായിട്ട്. അടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ്. അടുത്തത് പച്ചമുളക് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അടുത്തത് കരിവേപ്പില. പിന്നെ കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ ലാസ്റ്റ് വെക്കാം. അപ്പോൾ കുറച്ച് അരിഞ്ഞ് വെച്ചത് അത് അമ്മ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. അതുകൊണ്ട് അമ്മ എല്ലാം ഇട്ട് ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്യുവാണ്. നല്ല മണം വരുന്നു ഇങ്ങനെ എണ്ണയ്ക്കകത്ത് കിടന്നിങ്ങനെ ചെയ്യുമ്പോൾ. ഇത് നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കി ഇടാം. അപ്പോൾ അതേണ്ട നമ്മുടെ മുട്ടയമ്മ നല്ലതായിട്ട് ഇത് വെച്ച് ചേരക്കി നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട്, പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കിഴങ്ങ് എങ്ങനെയാണെന്ന് നോക്കാം. അതേണ്ട കിഴങ്ങ് നല്ല ഉടച്ച് നല്ല പൊടിച്ച് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സബോള വഴഞ്ഞൊന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതേണ്ട ഇതെല്ലാം നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത എല്ലാ സാധനവും നല്ലതായിട്ട് വഴന്നു നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് അമ്മ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതുകൊണ്ട് അമ്മ ഒരു പാത്രം വെച്ചു. ഇനി അമ്മ വേണ്ട ബ്രെഡ് പൊടി ഇടുവാണ്. ഇത് കുറച്ചായിട്ട് ഉണ്ട്. എൻ്റെ ഫേവററ്റ് എഗ്ഗ് കട്ട്ലേറ്റ്. എനിക്ക് കിഴങ്ങ്, എഗ്ഗ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അമ്മ ഈ മുട്ടയുടെ കട്ട്ലേറ്റിൻ്റെ കൂടെ ഈ കിഴങ്ങിട്ടത്. ചിലവർ ചേർക്കത്തില്ല. അപ്പം മുട്ട അങ്ങനെ ചെറിയ വെച്ചത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അമ്മ എല്ലാം ചെയ്തിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് അമ്മ കിഴങ്ങ് ഉടച്ചത് തന്നെ ഇങ്ങനെ ചിരിച്ചിരായിട്ട് ഇട്ട് കൊടുക്കുവാണ്. അതിങ്ങനെ എല്ലാം കൂടി കൂട്ടി ഇങ്ങനെ ഇടുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം മിക്സ് ആക്കട്ടെ. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ. അപ്പോൾ അമ്മ അതേണ്ട ഉള്ളി വഴറ്റിയത് ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി അമ്മ കടായി എടുത്തു. ഇനി നമുക്കത് കാണാം. വേണ്ട അമ്മ ഇതിനകത്ത് ഒരു പാത്രം എടുത്തു. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു. ഞങ്ങൾക്ക് പിന്നെ ഇൻഡക്ഷൻ കുക്കറേ ഉള്ളൂ. ഗ്യാസ് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഞങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റിയ പാത്രം 2-3 എണ്ണേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അതുകൊണ്ടാണ് ഈ പാത്രം കാണിക്കുന്നത് എപ്പോഴും. അപ്പോൾ നമുക്ക് അമ്മ വേണ്ട മസാലയൊക്കെ ഇടുക മറ്റേ കിഴങ്ങിനകത്ത്. അത് നമുക്ക് നോക്കാം. അതുകൊണ്ട് അമ്മ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. ഇനി അമ്മ ഇതെല്ലാം മിക്സ് ആക്കട്ടെ. പിന്നെ പൊടികളുണ്ട് ഇനി. പിന്നെ മുളക് പൊടി, നല്ല ചുമപ്പായിരുന്നു നല്ല ഇത്. നമുക്കിത് മിക്സ് ആക്കുന്ന കാണാം. അപ്പോൾ അതുകൊണ്ട് അമ്മ ഒരു മസാലയും ഇട്ടു. ഇനി മിക്സ് ആക്കുന്ന കാണാം. അതുകൊണ്ട് അമ്മ നല്ലതായിട്ട് മിക്സ് ആക്കുവാണ് എല്ലാം കൂടി. നല്ല രസമുണ്ട്. കിഴങ്ങ് നല്ല ഉടഞ്ഞ് നല്ല ഇതായി. ഇനി നമുക്ക് മിക്സ് ആക്കി. അതുകൊണ്ട് അമ്മ നല്ലതായിട്ട് കുഴച്ച് വെച്ച് ഇച്ചിരി ഇതുണ്ടായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് ഇനി നമുക്ക് അമ്മ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാണാം.
അതുകൊണ്ട് അമ്മ മുട്ട നല്ലതായിട്ട് അടിച്ച് വെച്ചു. ചിലവരൊക്കെ മുട്ടയുടെ വെള്ളം എടുക്കുന്ന, അമ്മ പിന്നെ അതിൻ്റെ ഉണ്ണിയും കൂടി എടുക്കും. അപ്പോൾ തന്നെ അടിച്ച് വെച്ചു. ഇനി ഒന്നുമില്ല വേറെ. ഇനി അമ്മ ഉണ്ടാക്കാമെന്ന് അതേ ഉള്ളൂ. അപ്പോൾ അത് കാണാം. അതുകൊണ്ട് അമ്മ കുഴച്ച് വെച്ച ഉരുളക്കിഴങ്ങും എല്ലാം മിക്സാക്കി അത് കാണിക്കുവാണ്. അമ്മ നല്ല ഇതാക്കി വരുവാണ് കയ്യിൽ. ഇച്ചിരി പാടായിരിക്കും നമുക്ക് അത് അതിൻ്റെ ഒരു ഷേപ്പ് വരും. അപ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തിടുന്ന ആ ഒരു ഇതൊക്കെ പാകം കാണാം. അതുകൊണ്ട് നമ്മുടെ ഇത് അമ്മ മുട്ടയ്ക്കകത്തിട്ട് നല്ല ഇതാക്കി. അടുത്ത ബ്രെഡ് പൊടിയാണ്. റസ്ക് പൊടി തെറ്റിപ്പോയി. വീഡിയോ ഞാനാണ് പിടിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് തെറ്റുകളൊക്കെ സംഭവിക്കും, എന്നോട് ക്ഷമിക്കണം. ഇതമ്മ ഇനി എന്താണ് നല്ല രസമുണ്ട് ഇതിങ്ങനെ വെച്ച് കാണാൻ. അതുകൊണ്ട് അമ്മ ഒരു കട്ട്ലേറ്റ് എടുത്ത് ഇങ്ങനെ വെച്ച് ഇനി ഓരോന്നായിട്ട് അങ്ങനെ വെച്ച് ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയ്ക്കകത്തൊക്കെ നല്ലതായിട്ട് ഇതാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം അമ്മ ഉണ്ടാക്കി ഇതിനകത്ത് നിരത്തി വയ്ക്കും. അപ്പോൾ കാണാം. അപ്പോൾ അതേണ്ട അമ്മ കുറച്ച് എടുത്ത് പ്ലേറ്റ് നല്ലതായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മയുടെ എണ്ണയ്ക്കകത്തിടുന്ന കാണാം. അതേണ്ട അമ്മ എടുത്ത് വെച്ച കട്ട്ലേറ്റ് അങ്ങോട്ട് ഇട്ടു. അത് എണ്ണയ്ക്കകത്തിട്ട് മൊരിയുന്ന കാണുമ്പോൾ ഭംഗി. ഇങ്ങനെ ഓരോന്നിട്ട് ഇനി നമ്മളിതെല്ലാം ഒരു സൈഡ് മൊരിഞ്ഞിട്ട് നമുക്ക് കാണാം. എല്ലാം കാണാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതമ്മ ഒരു സൈഡ് ഇച്ചിരി ഇതായിട്ട് അപ്പോൾ ഇതൊന്നും ശരിക്കും ആയിട്ടില്ല. പക്ഷെ ഒന്ന് നല്ല രസത്തിന് വന്നിട്ടുണ്ട്. ഇച്ചിരി ഒരു ഇതായിട്ടുണ്ട്. അത് തീ കൂട്ടിയിട്ടൊക്കെയായിരുന്നു അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ നമുക്കിത് തേച്ച് വെച്ച് കാണാം. അപ്പോൾ അതുകൊണ്ട് അമ്മ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം എണ്ണയ്ക്കകത്തിട്ട് നല്ല ഇതായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഞാനിടുന്ന വീഡിയോയ്ക്ക് ആരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിടുന്ന എല്ലാ കമൻറ്റ് ചെയ്യും എല്ലാം ചെയ്യണം. ഇനിയും ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട് എല്ലാവരോടും നന്ദി ചോദിക്കുന്നു. താങ്ക് യു.